എൻ്റെ വ്യക്തി ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നിങ്ങൾ നോക്കിയാൽ എൻ്റെ കഴുത്തിൽ കൊന്തയുണ്ട്, ജപമാല. ഞാൻ അത്രയധികം ദിവസവും ജപമാല അർപ്പിക്കുന്ന ഒരാളാണ്. മാതാവിൻ്റെ ഒരു പരിശുദ്ധ അമ്മയുടെ ഒരു സംരക്ഷണം ഈ കൊന്ത അണിയുന്നുകൊണ്ട് എനിക്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പല അപകടങ്ങളിൽ നിന്നും പല പ്രതിസന്ധികളിൽ നിന്നും അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ചില സങ്കടങ്ങൾ വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ അമ്മയോടാണ്. എൻ്റെ ആ സങ്കടം എനിക്ക് മാറ്റാൻ അമ്മയ്ക്ക് കഴിയും. മാത്രമല്ല, എനിക്ക് 3 കുട്ടികളുള്ള അവർ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഒരു പ്രാർത്ഥനാ മുറിയുണ്ട്. പ്രാർത്ഥനാ മുറിയിൽ കയറി അവർ പ്രാർത്ഥിപ്പിക്കും. അവർ പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരുണ്ട്, അമ്മയുടെ നീല മേലങ്കി കൊണ്ട് ഞങ്ങളുടെ മക്കളെ പൊതിഞ്ഞ് കാക്കണമെന്ന്. അതൊരു വിശ്വാസമാണ്. അങ്ങനെ അമ്മയുടെ നീല മേലങ്കിക്കുള്ളിലാണ് നമ്മൾ കഴിയുന്നെങ്കിൽ, ആ പ്രൊട്ടക്ഷൻ നമുക്കുണ്ടെങ്കിൽ നമുക്കൊരു അപകടവും സംഭവിക്കില്ല. നമ്മുടെ ജീവിതത്തിലൊരു വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ പോലും അതിന് നമുക്ക് അതിജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്കുണ്ടായ അനുഭവങ്ങൾ. ജപമാല പ്രാർത്ഥനയിൽ ഇത്രയും തിരക്കിനിടയ്ക്ക് കുടുംബ പ്രാർത്ഥന അങ്ങനെയൊക്കെ ജപമാലയിൽ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കുടുംബത്തിൽ? പലപ്പോഴും കുടുംബ പ്രാർത്ഥന എനിക്ക് രാത്രിയാണ്. നിങ്ങൾക്കറിയാലോ, മാധ്യമപ്രവർത്തകർക്ക് പലപ്പോഴും നൈറ്റ് ഡ്യൂട്ടിയാണുള്ളത്. പക്ഷേ ആഴ്ചയിൽ ഒരു ദിവസമാണെങ്കിലും ഞാൻ ഓഫുള്ള ദിവസങ്ങളിൽ കുടുംബത്തോടൊപ്പം ആയിരിക്കും എൻ്റെ സന്ധ്യാപ്രാർത്ഥനകൾ. അതല്ലെങ്കിൽ യാത്ര ചെയ്യണ സമയത്ത് ഞാൻ കൊന്ത ചെല്ലാനായിട്ട് പരമാവധി ശ്രമിക്കും. കാരണം നമുക്ക് 2 കാര്യമുണ്ട്. പലപ്പോഴും നമ്മൾ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ, ജപമാലയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഈ പ്രലോഭനങ്ങളെ പോലും അതിജീവിക്കാൻ കഴിയും. കാരണം അതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത കാര്യം. നമുക്ക് ഈ കൊന്ത ഉണ്ട് എന്നത് നമുക്കൊരു വിശ്വാസം. ഒരു ദിവസം കാണി ഞാൻ കൊന്ത ഇടാതെ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്കൊരു ഭയം, എന്തെങ്കിലും എനിക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ, ആ ഒരു കവചം എനിക്കില്ലാതെ പോകുന്ന ഒരു ഭീതി പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കുട്ടികൾ ഈ കൊന്ത ഇട്ട് നമ്മൾ നടക്കുമ്പോൾ അത് മാതാപിതാക്കൾ പോലും പിന്നെ പേടിക്കണ്ട. കാരണം മക്കളെ പ്രത്യേകിച്ചും പല രീതിയിലുള്ള പ്രതിസന്ധികളും പല വെല്ലുവിളികളും പല ഭീഷണികളൊക്കെ നമ്മുടെ കുട്ടികൾ ഇന്നത്തെ ലഹരി മാഫിയ മറ്റുമൊക്കെ ഇങ്ങനെ കുട്ടികളെ പിന്തുടർന്ന് നടക്കുമ്പോൾ വേറൊരു പ്രൊട്ടക്ഷനും വേണ്ട. ഞാൻ പറഞ്ഞ പരിശുദ്ധ അമ്മയുടെ ഒരു സംരക്ഷണം ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളെ എവിടെയും നമുക്ക് ധൈര്യത്തോടെ വിടാമെന്നുള്ളത് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അനുഭവം എനിക്ക് ബോധ്യപ്പെടുത്തി തന്നത്.